റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ജീവിതത്തിൽ കൈമുതലാക്കി ജീവിച്ച് മരിക്കുവാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിന്റെ 117-ാമത്തെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ, നിന്റെ രക്ഷിതാവ് ഒരു ജനവിഭാഗത്തെയും ഒരു ജനങ്ങളെയും നശിപ്പിക്കുകയില്ല, അവർക്ക് ശിക്ഷ ഇറക്കുകയില്ല. ബിദുൽമിൻ, അവരുടെ ദുൽമ് നിമിത്തം, അവരുടെ അക്രമം നിമിത്തം ഒരു വിഭാഗം ആളുകൾക്കും അള്ളാഹു ശിക്ഷ ഇറക്കുകയില്ല. പക്ഷേ ശിക്ഷ ഇറക്കാതിരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടുകാർ, ആ പ്രദേശവാസികൾ മുസ്ലിഹീങ്ങളായിരിക്കണം, സാലിഹീങ്ങൾ ആയിരിക്കണം എന്നല്ല റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് സാലിഹ് എന്ന് പറഞ്ഞാൽ? അവനവന്റെ ഇബാദത്തുകളെല്ലാം ചെയ്യുന്ന, തൗഹീദുള്ള, നന്മകളിൽ ഏർപ്പെടുന്ന, തിന്മകൾ ചെയ്യാതെ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന, അഥവാ തിന്മകൾ ജീവിതത്തിൽ കടന്നു വന്നാൽ തഖ്വ പാലിച്ച് വീണ്ടും ജീവിതം ശരിയാക്കാൻ തൗബ ചെയ്ത് മടങ്ങുന്ന എന്ന് പറഞ്ഞ സാലിഹീങ്ങളല്ല, മുസ്ലിഹൂൻ, നന്നാക്കുന്നവരാണ്. സ്വന്തം ജീവിതത്തിലുള്ള സലാഹ് മാത്രമല്ല, സമൂഹത്തിലുള്ള കേടുപാടുകളെ, ഫസാദുകളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം അള്ളാഹു ഒരു ജനവിഭാഗത്തെയും നശിപ്പിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഒരു ജനവിഭാഗത്തെ, അവരിലുള്ള കേടുപാടുകളെ നമ്മൾ നന്നാക്കേണ്ടത്? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കണമെങ്കിൽ ഒരു സമൂഹത്തിന്റെ സാമൂഹിക ബാധ്യതയാണ് അവിടെ ഇസ്ലാഹ് നടക്കണം. ആ സമൂഹത്തിലുള്ള കേടുപാടുകളെ നന്നാക്കുവാനുള്ള പരിശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഒരു തമിഴ്നാടുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ, ഞാൻ ജാമിയത്തുൽ ഹിന്ദിലാണ് പഠിച്ചത്, അവിടെ എൻ്റെ കൂടെ പഠിച്ച 2 വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവരുടെയൊക്കെ പരിശ്രമത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന കുറേ സ്ഥാപനങ്ങൾ, 7 സ്ഥാപനങ്ങൾ അവർ നടത്തി വരുന്നുണ്ട്. ജാമിയത്തുൽ ഹിന്ദിന്റെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പൊ അത് 7 സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അടുത്തൊരു വർഷം അടുത്തൊരു 7 സ്ഥാപനങ്ങളും കൂടിയോട് പുതിയത് തുടങ്ങാനുള്ള പരിശ്രമത്തിലാണ്. ആ സ്ഥാപനങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ യഥാർത്ഥ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, ഹിദായത്തിന്റെ വെളിച്ചം അധികമൊന്നും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് തമിഴ്നാട്. ജാമ്യയിൽ പഠിച്ച വിദ്യാർത്ഥികൾ, 10ഓളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അവരുടെ പരിശ്രമം മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. അപ്പൊ അവരുടെ ഒരു വർഷത്തേക്കുള്ള വർക്കിംഗ് ഫണ്ടിന്റെ കളക്ഷന് വേണ്ടിയിട്ട് അവരുടെ കൂടെ കാസർഗോഡ് ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ട് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എന്നോട് ഇവിടുത്തെ ഷെരീഫ് വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് വരാൻ പറ്റും ക്ലാസ് എടുക്കാൻ? അപ്പൊ ഞങ്ങൾക്കൊരു പറഞ്ഞു വരാം, പക്ഷെ ഞാനിങ്ങനെ കളക്ഷനിലാണ്, അപ്പോൾ അത് ഞാൻ അവിടെ പറയും, അതിന് സമ്മതിക്കെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളല്ലേ, വേറെ ഒന്നുമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആദ്യം തന്നെ നിങ്ങളോട് പറയാം. അതിന്റെ കളക്ഷന് വേണ്ടിയുള്ള സഞ്ചാരത്തിന്റെ ഇടയിലാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇനി അടുത്തൊരു വർഷം 7 സ്ഥാപനങ്ങളോട് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ സ്ഥാപനം ഉണ്ടാക്കാനുള്ള ചിലവൊന്നല്ല ചോദിക്കുന്നത്, അടുത്തൊരു വർഷം വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും ഇറങ്ങി പോവുകയാണെങ്കിൽ ഷെരീഫിന്റെ കയ്യിലൊക്കെ, അല്ലെങ്കിൽ ഇവിടെ കമ്മിറ്റിക്കാരുടെ കയ്യിൽ ആരെങ്കിലും അതിനുള്ള പൈസ ഒക്കെ കൊടുത്താൽ ഇൻഷാല്ലാഹ് കമ്മിറ്റി കയ്യിലുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കഴിയുന്ന പരമാവധി അതിന്റെ ഭാഗമാണ് ശ്രദ്ധിക്കുക. ഇസ്ലാഹിന്റെ ഭാഗമാണ്, നമ്മുടെ വിഷയവുമായി ബന്ധമുണ്ട്. തമിഴ്നാട് എന്ന് പറഞ്ഞ നാട്ടിലുള്ള
ഇസ്ലാഹിന്റെ ഭാഗമാണ് അവിടുത്തെ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം. ഇൻഷാ അല്ലാഹ് വലിയ ഒരു മാറ്റം നമ്മളവിടെ ഇൻഷാ അല്ലാഹ് അതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദഅവ രംഗത്ത്, ഇസ്ലാഹി രംഗത്ത്, തൗഹീദി പ്രബോധന രംഗത്തൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ മലയാളികളല്ല പഠിക്കുന്നത്, തമിഴന്മാരാണ് പഠിക്കുന്നത് അല്ലെ. അവരെന്ത് ചെയ്യാണ്? തൗഹീദിലേക്ക് കടന്നു വരികയാണ്, ശരിയായ സലഫിയത്തിന്റെ റൂട്ടിലേക്ക് കടന്നു വരികയാണ്. ആ സ്ഥാപനങ്ങൾ അവരുടെ മക്കളെ ചേർത്തുന്നതിലൂടെ തന്നെ. ഏതായാലും അല്ലാഹു അത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾ എവിടെയാണെങ്കിലും ഏതാണെങ്കിലും നിലനിർത്തട്ടെ. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഒരു സംഭവം പറയുന്നത് കാണാൻ സാധിക്കും. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഉപമയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, കപ്പലിന്റെ താഴ്ഭാഗത്തും ആളുകളുണ്ട്, കപ്പലിന്റെ മുകളിലും ആളുകളുണ്ട്. കപ്പലിന്റെ താഴെയുള്ള ആളുകൾക്ക് വെള്ളം കോരണമെങ്കിൽ, അവർക്ക് കടലിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ മുകളിലേക്ക് കയറിയിട്ട് വേണം വെള്ളം മുക്കാൻ. കാരണം കപ്പലിന്റെ അടിഭാഗത്താണ് അവരുള്ളത്. അപ്പൊ അവര് തീരുമാനിക്കുകയാണ്, താഴെയുള്ള ആളുകൾ തീരുമാനിക്കുകയാണ്, നമ്മൾ ഇവിടെ ഒരു ഓട്ട ഇടാം, ഇവിടെ ഒരു തുള ഇടാം കപ്പലിന് എന്നവന് മുകളിലേക്ക് കയറിയിട്ട് മുകളിലുള്ള ആളുകൾ പ്രയാസപ്പെടുത്തി അവരടുത്തേക്ക് ഇങ്ങനെ വെള്ളം കോരാൻ വേണ്ടി പോകണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒരു തുള ഇട്ടാൽ നമുക്ക് നേരെ വെള്ളം കോരാമല്ലോ എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും ആ കപ്പലിന്റെ അവസ്ഥ? താഴെയുള്ള ആളുകൾ മാത്രമാണോ ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുക, അതോ കപ്പൽ ഒന്നടങ്കം നശിക്കുമോ? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പറഞ്ഞോളൂ. കപ്പൽ ഒന്നടങ്കം നശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹാ. ഇതേതുപോലെയാണ് അല്ലാഹുവിന്റെ മതനിയമങ്ങൾ, അല്ലാഹുവിന്റെ മതവും അതിന്റെ നിയമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും എല്ലാം സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരാരെ പോലെയാണ്? ആ കപ്പലിന്റെ മുകളിലുള്ള ആളുകൾ താഴെയുള്ള ആളുകൾ കൈക്ക് പിടിച്ച് നിങ്ങൾ ഓട്ടയിടരുത്, നമ്മൾ ഒന്നടങ്കം നശിക്കുമെന്ന് പറയുന്ന ആളുകളെ പോലെയാണ്. അവരെ താഴെയുള്ള ആളുകളുടെ കൈക്ക് പിടിച്ചില്ലെങ്കിൽ കപ്പലാകുന്ന സമൂഹം ഒന്നടങ്കം നാശത്തിലേക്ക് പോകും. ഒരു കപ്പലിനോടാണ് സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്നത്. ഇതുപോലെയാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. കുറച്ച് ആളുകളെങ്കിലും അതിനെതിരെ പറയാനില്ലെങ്കിൽ സമൂഹത്തിൽ ഒന്നടങ്കം അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. സമൂഹം ഒന്നടങ്കം ശിക്ഷയ്ക്ക് കാരണമാകും. സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അനഹ്ലകു വഫീന സ്വാലിഹൂൻ. അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ നശിക്കുമോ ഞങ്ങളിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി എന്താ? നഅം, അതെ നശിക്കും. ഇദാ കസുറൽ ഖുബ്സ്, മ്ലേച്ഛതകൾ വർദ്ധിച്ചാൽ, തിന്മകൾ സമൂഹത്തിൽ വർദ്ധിച്ചാൽ, കൊള്ളരുതായ്മകൾ സമൂഹത്തിൽ വർദ്ധിച്ചാൽ നിങ്ങൾ ഒന്നടങ്കം നശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അയൽവാസികൾ, തൊട്ട് വീടിന്റെ അപ്പുറവും ഇപ്പുറമുള്ള ആളുകൾ, എത്ര ആളുകൾക്ക് തൗഹീദുണ്ട്, എത്ര ആളുകൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കിയവരുണ്ട് അല്ലെ? സമൂഹത്തിന്റെ പൊതുവായ യുവത്വത്തിന്റെ യുവാക്കളുടെ അവസ്ഥ എന്താണ് അല്ലെ? എല്ലാവരും സ്വാലിഹീങ്ങളാണോ, അതോ മഹാഭൂരിഭാഗം തിന്മകളിലും സിനിമകളിലും സീരിയലുകളിലും മ്യൂസിക്കുകളിലും ഹറാമുകളിലും വിരാജിക്കുന്നവരാണോ അല്ലെ? ലഹരികളിലും. മ്ലേച്ഛതകൾ സമൂഹത്തിൽ വർദ്ധിച്ചാൽ സമൂഹത്തിന് ഒന്നടങ്കം ശിക്ഷ ഇറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 33-ാമത്തെ വചനത്തിലൂടെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹ. ലെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഏറ്റവും നല്ല പ്രവർത്തനം പറയുന്നവൻ ആരുണ്ട്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാളും നല്ല വാക്കുകൾ പറയുന്നവൻ വേറെ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം അതാണ്. ആ പ്രഖ്യാപനം സമൂഹത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ, ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിന്റെ ആദർശമുണ്ട്, ആചാരമുണ്ട്, നിയമങ്ങളുണ്ട്, ഇത് പാലിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് പറയാൻ നമുക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീതാണ് നൽകിയിട്ടുള്ളത്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ
അവൻ തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, നിങ്ങൾ തിന്മ വിലക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഔ ലയൂഷികന്നല്ലാഹു ഇഖാബൻ മിൻ ഇൻദിഹി ثم تدعونه فلا يستجاب لكم. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുമാറാകും. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കും, റബ്ബേ ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ, റബ്ബേ ഈ ഗവൺമെന്റ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒന്നായിട്ട് ആട്ടി പുറത്താക്കുകയാണ്, ഞങ്ങളെ നീ കാക്കണമേ. ശിക്ഷയായിരിക്കാം ഒരുപക്ഷേ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങളായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല റബ്ബേ. അല്ലെ, നമുക്ക് ആരോടെ ചോദിക്കാനുള്ളത് സഹോദരന്മാരെ? ശിക്ഷ ഇറങ്ങിയാൽ ആരോട് ചോദിക്കാനുള്ളത്? റബ്ബല്ലാതെ വേറെ ആരാളുള്ളത്? ഈ സമൂഹത്തിൽ ശിക്ഷ ഇറങ്ങിയാൽ റബ്ബല്ലാതെ മുസ്ലിങ്ങൾക്ക് വേറെ ആരാളുള്ളത്? പക്ഷെ ചോദിച്ചാൽ ഉത്തരം ലഭിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അതാണ് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിന്റെ 108-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞില്ലേ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. പ്രവാചകരെ താങ്കൾ പറയുക, ഇതാകുന്നു എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാകുന്നു ഞാൻ ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അലാ ബസീറ, ശരിയായ വിജ്ഞാനത്തോടു കൂടി വേണം ക്ഷണിക്കാൻ, എന്തെങ്കിലും പറയലല്ല. യഥാർത്ഥത്തിൽ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അത് പഠിച്ച് ആ പഠിച്ചത് പറയണം. പ്രാമാണികമായ ദീന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, അങ്ങനെ പറയാൻ സാധിക്കണം. അന വമൻ ഇത്തബഅനി, ഈ പഠിച്ച് മനസ്സിലാക്കി ബസീറത്ത് ഉണ്ടായിക്കൊണ്ട് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മാർഗം. ഞാനും എന്നെ പിൻപറ്റുന്നവരും അതാണ് ചെയ്യുക. ബസീറത്തോടു കൂടി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കും, അറിവോടുകൂടി റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. ഫലാ യകൂനു റജുലു മിൻ അത്ബാഇഹി, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റുന്നവരിൽ അത്ബാഉകളിൽ ഉൾപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ യദ്ഉ ഇലാ മാ ദഅ ഇലൈഹി, ആ പ്രവാചകൻ എന്തിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക് ക്ഷണിക്കുന്നത് വരെ. وإذا كانت الدعوة إلى الله أشرف مقامات العبد وأجلها وأفضلها, ഒരു അടിമയുടെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണല്ലോ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അങ്ങനെ ആയിരിക്കെ തന്നെ فهي لا تحصل إلا بالعلم الذي يدعو به وإليه, അവൻ ഏതൊരു ദീനിലേക്കാണോ ക്ഷണിക്കുന്നത്, ഏത് മാർഗത്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ വിജ്ഞാനമില്ലാതെ ആ ഉന്നതമായ സ്ഥാനം, ആ ഉന്നതമായ പ്രവർത്തനം നിർവഹിക്കാനും സാധ്യമല്ല. ബൽ ലാ ബുദ്ദ ഫീ കമാലി ദഅവതി മിനൽ ബുലൂഗ് ഫിൽ ഇൽമി ഇലാ ഹദ്ദിൻ യസിലു ഇലൈഹി സഅയ്, ഒരു വ്യക്തിക്ക് എത്രത്തോളം ദീന് പഠിക്കാൻ കഴിയോ അത്രത്തോളം ദീന് പഠിക്കണം, എന്നിട്ടാണ് ദഅവത്ത് ചെയ്യേണ്ടതെന്നാണ്. ദീന് പഠിക്കുക, ദഅവത്ത് ചെയ്യുക, രണ്ടും കൂടിയാണ് വേണ്ടത്. അല്ലാതെ വെറും ദഅവത്തും ആകാൻ പാടില്ല, വെറും പഠനമായി പോകാൻ പാടില്ല. കാരണം ഇത്തിബാഇന്റെ പരിപൂർണത എപ്പോഴാണ് ഉണ്ടാവുക? ദഅവത്ത് ഉണ്ടാവുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ഈ ആയത്തിന് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇന്റെ പരിപൂർണത ഉണ്ടാകണമെങ്കിൽ ദഅവത്ത് വേണം. പക്ഷെ ആ ദഅവത്ത് എങ്ങനെയായിരിക്കണം? അലാ ബസീറത്തിൻ, വിവരമുള്ള ദഅവത്തായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചത് അത് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് തോന്നിയത് പറഞ്ഞു കൊടുക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സുന്നത്തായി പഠിപ്പിച്ചത് അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഇതാണെന്ന് വെച്ച് പറഞ്ഞു കൊടുക്കരുത്. അല്ലെ, അത് പ്രമാണബദ്ധമാണോ, അത് സലഫുകൾ മനസ്സിലാക്കിയത് പോലെയാണോ, അതാണ് അൽ ബസീറ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരാരാണെന്ന് പറഞ്ഞു. അല്ലെ, അല്ലാഹു കുറേ ഗുണങ്ങൾ എടുത്ത് ഇങ്ങനെ പറയണം. സൂറത്ത് തൗബയുടെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ആർക്കാ ലഭിക്കുക? والمؤمنون والمؤمنات بعضهم أولياء بعض, സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം മിത്രങ്ങളാണ്. يأمرون بالمعروف وينهون عن المنكر, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. പിന്നെയോ
ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله. നമസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നവരുമാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുക, അവർക്കാണ് റബ്ബ് കാരുണ്യം ചെയ്യുക. അപ്പൊ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, റബ്ബിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബ് സഹായിക്കൂല, അള്ളാഹു ഉത്തരം ചെയ്യൂല ദഅവത്ത് ചെയ്തില്ലെങ്കിൽ. ഇനി അതേസമയം ദഅവത്ത് എന്ന ബാധ്യത നിർവഹിച്ചാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിന്റെ 40-41 വചനങ്ങളിലൂടെ പറയണം, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, ന്യായമായ കാരണത്താൽ അല്ലാതെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ. സഹാബത്തിനെ കുറിച്ച് പറയാം, ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, തങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറത്താക്കപ്പെട്ടത്. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്, അല്ലാഹു ചില ജനവിഭാഗങ്ങളെ വേറെ ചിലരെ കൊണ്ട് സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും നശിച്ചു പോകുമായിരുന്നു. അല്ലാഹു ചിലരെ സംരക്ഷിക്കുക എങ്ങനെ? വേറെ ചില ജനവിഭാഗങ്ങളെ കൊണ്ടാണ്. അല്ലാഹു ഒരു കാര്യം പറയണം, എന്നിട്ടോ അങ്ങനെ അല്ലാഹു സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ വബിയഉ വസലവാതു വമസാജിദ്, പള്ളികൾ തകരുമായിരുന്നു, മഠങ്ങൾ തകരുമായിരുന്നു, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകരുമായിരുന്നു, നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഇല്ലാതാകുമായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയാം, ഈ തകർച്ചയും പുറത്താക്കപ്പെടലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അല്ലാഹു സഹായിക്കാൻ എന്താ അവർ ചെയ്യേണ്ടത്? അല്ലാഹു പറയണം, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കും എന്ന് പറഞ്ഞ് നിർത്തിയില്ല. സഹായിക്കുക തന്നെ ചെയ്യുന്ന, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. നീ എന്താണ് സഹായം? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, നാം ഭൂമിയിൽ അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ, നന്മകൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ, അഖാമുസ് സ്വലാത, നിസ്കാരം നിർത്തും, വആതുസ് സകാത, സകാത്ത് കൊടുക്കും, വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. അതാണ് ദഅവത്ത്, അതാണ് ഇസ്ലാഹ്. ഇത് ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവിനെ സഹായിക്കുന്നവർ, ആ ചെയ്യുന്നവരെയാണ് റബ്ബ് സഹായിക്കുക. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അല്ലാഹുവിലേക്കാണ് പോകുന്നത്. അല്ലാഹുവിനെ തീരുമാനിക്കുക അവസാനം എന്താണ് ആകാൻ. അത് നമുക്ക് അനുകൂലമാകണമെങ്കിൽ, വിശ്വാസികൾക്ക് അനുകൂലമാകണമെങ്കിൽ അല്ലാഹ് പറഞ്ഞത് വിശ്വാസികൾ ചെയ്യണം. നമസ്കാരം നടത്തണം, സകാത്ത് കൊടുക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താ മാർഗം? സൂറത്ത് ഹൂദിന്റെ 114 ആമുഖമായി ഓതി വെച്ച വചനം നമ്മൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മാഇദയുടെ 78-79 വചനങ്ങൾ ഓതിയിട്ട് നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹു എന്താണ് വചനങ്ങളോട് പറയുന്നത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും അള്ളാഹുവിന്റെ ശാപത്തിനിരയായി, അള്ളാഹ് പറയണം ശാപത്തിനിരയായി. എന്തുകൊണ്ടാണ് അവർക്ക് ശാപം ഉണ്ടായത്? അള്ളാഹ് കാരണം പറഞ്ഞത് അറിയാം, كانوا لا يتناهون عن منكر فعلوه, അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ അവർ വിലക്കിയിരുന്നില്ല. അതാണ് ശാപത്തിന് കാരണം. അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ അവർ വിലക്കിയിരുന്നില്ല. ലബിഅസ മാ കാനൂ യഫ്അലൂൻ, എത്ര മോശപ്പെട്ട പ്രവർത്തനമായിരുന്നു അവർ ചെയ്തിരുന്നത്. അതിന്റെ ഫലം എന്താ? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിൽ കാഫിരീങ്ങളായ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. കാരണം തിന്മ വിലക്കിയില്ല. സമൂഹത്തിൽ ശിർക്കുണ്ട്, ബിദ്അത്തുണ്ട്, ഖുറാഫാത്തുണ്ട്, തിന്മകളുണ്ട്, തെമ്മാടിത്തങ്ങളുണ്ട്. അതിനൊന്നും എതിരെ പറയാൻ നമ്മൾ പോയില്ല. നമ്മളെ നിസ്കാരം, നമ്മളെ ഇബാദത്ത് കഴിഞ്ഞു കൂടി. ലുഇനല്ലദീന കഫറൂ, ആ ശാപം നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ സഹോദരന്മാരെ ആ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അസ്ർ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത സൂറത്തല്ലല്ലോ അല്ലേ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മുഴുവൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, അവിടെ നിർത്തിയിരുന്നെങ്കിൽ സമാധാനിക്കായിരുന്നു. പക്ഷെ റബ്ബ് അവിടെ നിർത്തിയില്ല, റബ്ബ് അവിടെ നിർത്തിയിട്ടില്ല.
നാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം, സത്യം കൊണ്ട് ഉപദേശിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇരു ലോകത്തും വിജയം ലഭിക്കലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാന്റെ 104-ാമത്തെ ആയത്തിൽ പറയണം, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകട്ടെ. وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ, അവർ തന്നെയാകുന്നു വിജയികൾ. എന്താ മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ? മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ വെറും വിജയമല്ല, പരിപൂർണമായ വിജയം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചില ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പേരുകൾ ഇടുന്നതിനെ വിലക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് അഫ്ലഹ്. അഫ്ലഹ് എന്ന പേരിടുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. അത് മക്രൂഹാണെന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. എന്താ വിലക്കാനുള്ള കാരണം? അതിന്റെ ന്യായം എന്താ? അതിന്റെ ഇല്ലത്ത് എന്താ? അഫ്ലഹ് എന്ന് പറഞ്ഞാൽ ഇരു ലോകത്തും പരിപൂർണമായ വിജയം വരിക്കുന്നവൻ എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പേര് വെച്ചാൽ അത് അവനെ സ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് പുകഴ്ത്തലാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അതാണ് ഫലാഹ് എന്ന് പറഞ്ഞാൽ, വിജയം എന്ന് പറഞ്ഞാൽ. ആ വിജയത്തിന്റെ അർത്ഥം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് പരിപൂർണമായ വിജയം, അതാണ് ഫലാഹ്. ആ വിജയം വരിക്കുന്നവരാരാണ് സഹോദരന്മാരെ? നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. ഖൈറു ഉമ്മത്തേതാണ്? ഈ ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമൂഹം ഏതാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹമാണ്. ആ സമൂഹത്തിൽ ഉൾപ്പെടാൻ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മു സ്സാലിഹാത്ത് നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹുവിനോട് നമ്മൾ ഏറെ ശുക്റും ഹംദും ചെയ്യേണ്ട സന്ദർഭമാണ്. പക്ഷേ ആ ഖൈരിയത്ത്, ആ നന്മ ഉമ്മത്തിന് കിട്ടാനുള്ള കാരണം എന്താ? സൂറത്തു ആലി ഇംറാന്റെ 110-ാമത്തെ ആയത്തിൽ റബ്ബ് പറയാണ്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. എന്തുകൊണ്ടാണ് ഉത്തമമായ സമൂഹമായത്? ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതാണ് കാരണം. ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. അല്ലെ, ജൂതന്മാർക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, മറ്റു മതസ്ഥർക്ക് വേണ്ടി, മറ്റു മതവിഭാഗങ്ങൾക്ക് വേണ്ടി, തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടി അള്ള പ്രത്യേകം തെരഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിലക്കുന്നവരാണ്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തായത്? ഖൈറു ഉമ്മത്തായത്. സഹോദരന്മാർ, ആ ഗുണം നമ്മളില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ഖൈറു ഉമ്മത്താവും? പിന്നെ എങ്ങനെ ആ വിശേഷം നമ്മൾ അർഹരാകും? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ, അല്ലേ? റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനാ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതാണ് ഒരുപാട് നന്മകളുടെ കാരണം. അതാണ് മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടണം. അല്ലേ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലൂടെ പറയാം, ഫിത്നത്തു റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി. ഒരു വ്യക്തിയുടെ പരീക്ഷണം അവന്റെ കുടുംബത്തിലുണ്ടാകും, അവന്റെ സമ്പത്തിലുണ്ടാകും, അവന്റെ സന്താനങ്ങളിലുണ്ടാകും, അവന്റെ അയൽവാസികളിൽ ഉണ്ടാകും. അവരൊക്കെ ഒരു വ്യക്തിക്ക് പരീക്ഷണമാണ്. അല്ലെ, അവരോടൊക്കെ അവന്റെ ബാധ്യതകൾ നിർവഹിച്ചോ, അവന്റെ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നിറവേറ്റിയോ എന്നാണ് പരലോകത്ത് ചോദിക്കും. കുടുംബത്തെ കുറിച്ച് ചോദിക്കും, മക്കളെ കുറിച്ച് ചോദിക്കും, അയൽവാസികളെ കുറിച്ച് ചോദിക്കും. അള്ളാഹു പരലോകത്ത് വിചാരണ എളുപ്പമാക്കി തരട്ടെ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുകഫിറു അസ്സലാത്തു വസ്സൗമു വസ്സദഖതു വൽ അംറു വന്നഹി. അവിടെയൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന പോരായ്മകൾ, വീഴ്ചകൾ, പാകപ്പിഴവുകൾ, അത് പൊറുക്കാനുള്ള മാർഗം എന്താ? അസ്സലാത്ത്, നമസ്കാരമാണ്. വസ്സദഖ, സദഖകളാണ്. വസ്സൗം, നോമ്പാണ്. വൽ അംറു വന്നഹി, നന്മ കൽപ്പിക്കലാണ്, തിന്മ വിരോധിക്കലാണ്. അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അല്ലെ, ഉന്നതമായ പ്രതിഫലം പരലോകത്ത് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഉന്നതമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ഉന്നതമായ പ്രതിഫലം കിട്ടുക എന്ന് പറയുന്നുണ്ട്?
സൂറത്തുൽ നിസാഇന്റെ 114-ാമത്തെ വചനം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അവർ കൂടിയിരിക്കുന്ന, പരസ്പരം കൂടിയിരിക്കുന്ന കൂടിയിരുത്തങ്ങളിൽ, അധിക കൂടിയിരുത്തങ്ങളിലും ഒരു ഖൈറുമില്ല, ഒരു നന്മയും ഇല്ല. ഒരു നന്മയില്ല അധിക കൂടിയിരുത്തത്തിലും. എന്തിലല്ലാതെ ഇല്ലാ മൻ അമറ ബിസദഖ. അല്ലേ, ഒരു സദഖ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടി കൂടിയിരുന്നാൽ അതിൽ ഖൈറുണ്ട്. എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി കൂടിയിരിക്കുകയാണ്, നാട്ടിൽ കുറച്ച് ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ, അവരെ സഹായിക്കണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി കൂടിയിരിക്കുകയാണ്, അല്ലെ, അതിന് കൂടിയിരുന്നാൽ അതിന് ഖൈറുണ്ട്. ഔ മഅറൂഫ്, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കാൻ, നല്ല കാര്യത്തിന് വേണ്ടി കൂടിയിരിക്കുകയാണ്, അതിനും ഖൈറുണ്ട്. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അതിനുവേണ്ടി കൂടിയിരിക്കുകയാണ്, അതിലും ഖൈറുണ്ട്. ഇങ്ങനെ കൂടിയിരിക്കുന്ന കൂടിയിരുത്തങ്ങളിൽ അല്ലാതെ വേറെ ഒന്നിലും ഒരു ഖൈറുമില്ല എന്ന് റബ്ബ് പറയാണ്. ഇനി ഈ കൂടിയിരുത്തത്തിൽ തന്നെ ഖൈറുണ്ട്. അതിന് നല്ല നിയ്യത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി കൂടി ഇരുന്നാലും അല്ലെങ്കിലും അതിൽ ഖൈറുണ്ട് എന്നാണ്. ഇനി എന്നാൽ ഒരാൾ നല്ല നിയ്യത്തോടുകൂടി, പരിപൂർണമായ ഇഖ്ലാസോടുകൂടി അങ്ങനെയുള്ള ഇരുത്തങ്ങളിൽ പങ്കെടുത്താൽ, ഭാഗവാക്കായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, وَمَن يَفْعَلْ ذَلِكَ ابْتِغَاءَ مَرْضَاتِ اللَّهِ. ഈ പറഞ്ഞ കൂടിയിരുത്തങ്ങൾ, രഹസ്യ സംഭാഷണങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ ചെയ്യുന്നതെങ്കിൽ, فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. ഉന്നതമായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഫഹാദിഹി അശ്യാഉ ഹൈസുമാ ഫുഇലത് ഫഹിയ ഖൈർ. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ദഅവ ആവശ്യമില്ല, നന്മ കൽപ്പിക്കുക, സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, സദഖകൾക്ക് വേണ്ടി കൂടിയിരിക്കുക, ഇങ്ങനെയുള്ള രഹസ്യ സംഭാഷണങ്ങൾ അത് എങ്ങനെ ചെയ്താലും, നിയ്യത്തോടെ ചെയ്താലും നിയ്യത്തില്ലാതെ ചെയ്താലും ഫഹിയ ഖൈർ, അതൊക്കെ ഖൈർ തന്നെയാണ്, അതൊക്കെ നന്മ തന്നെയാണ്. എന്നാൽ വലാകിൻ കമാലുൽ അജ്രി വതമാമുഹു ബിഹസബി നിയ്യതി വൽ ഇഖ്ലാസ്. എന്നാൽ ആ പ്രതിഫലത്തിന്റെ പരിപൂർണത എങ്ങനെ കിട്ടാം? അത് കിട്ടണമെങ്കിൽ നല്ല ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി ചെയ്താലാണ് എന്നാണ്. അല്ലെ, ഏത് കർമ്മം ചെയ്യുമ്പോഴും, സാധാരണ നമ്മൾ നിസ്കാരത്തിന് പറയുമ്പോഴും, നോമ്പിനെ പറയുമ്പോഴും എല്ലാം പറയുമ്പോഴും നമ്മൾ എന്താ പറയാം? പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ചെയ്താൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നാ പറയാം. പക്ഷേ സാമൂഹികമായി നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോ അല്ലെ, ആദ്യം എന്ത് പറഞ്ഞു? ഖൈർ അധികത്തിലുമില്ല, എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഖൈറിന്റെ പ്രതിഫലം വളരെ അധികമാകാനാണെന്ന് എന്ത് പറഞ്ഞത്? നിയ്യത്തിന്റെ മാത്രം പറഞ്ഞു. അത് എങ്ങനെ ചെയ്താലും അതിൽ ഖൈറുണ്ടെന്നാണ് ഇബ്നു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എങ്കിൽ സഹോദരന്മാരെ, റബ്ബിന്റെ കൽപ്പനയാണ് ദഅവത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിന്റെ 125-ാമത്തെ വചനത്തിലൂടെ പറയാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കണം. എങ്ങനെ ക്ഷണിക്കണം? ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന. ഹിക്മത്തോടുകൂടി ക്ഷണിക്കണം, വിവേകത്തോടുകൂടി ക്ഷണിക്കണം. അതുപോലെ മൗഇദത്തുൽ ഹസന, സദുപദേശത്തോടുകൂടി ക്ഷണിക്കണം. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ അവരോട് നീ സംഭാഷണം നടത്തണം, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നീ സംസാരിക്കണം എന്നാണ്. ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കണം എങ്ങനെ? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل അൻ സബീലി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് തെറ്റിയത് ആരാണ് ഏറ്റവും നന്നായി അറിയുക ആർക്കാണ്? അല്ലാഹുവിനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നേർമാർഗ്ഗം പ്രാപിച്ചത് ആരാണ് ഏറ്റവും നന്നായി അറിയുന്നത്? റബ്ബിനാണ്. ദഅവത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ബേസുകൾ, അസ്ലുകൾ പഠിപ്പിക്കുന്ന വചനാണ് ഈ ആയത്ത്. ഒരുപാട് അടിസ്ഥാനങ്ങൾ. ഒന്ന്, അള്ളാഹു പറയുന്ന കാര്യം വിവേകം വേണം, ഹിക്മത്ത് വേണം. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഒന്ന് പ്രമാണബദ്ധമായി തെളിവ് തിരിച്ച് ദഅവത്ത് നടത്തിനാണ് ഒന്ന് ഹിക്മത്ത് എന്ന് പറയാം. മറ്റൊന്ന് വിവേകപരമായി ദഅവത്ത് ചെയ്യുന്നതും അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അല്ലെ, വിവേകം ഉപയോഗിക്കുക ദഅവത്തിൽ. ഇബ്നു സഅദി റഹിമഹുല്ലാഹി ഹിക്മത്തിനെ വിശദീകരിക്കുകയാണ്, കുല്ലു അഹദിൻ അലാ ഹസബി ഹാലിഹി വഫഹ്മിഹി വഖൗലിഹി വൻഖിയാദിഹി. ഓരോരുത്തരും എങ്ങനെ ക്ഷണിക്കണം? അവരുടെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് ക്ഷണിക്കണം. അവരുടെ ഫഹ്മ്, അവരെങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി വേണം അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ. വഖൗലി, അവർ പറയുന്ന വാചകം എന്താണെന്നൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം അവരുടെ കാര്യം പറയാൻ. അല്ലെ, അദ്ദേഹം തന്നെ ആ ആയത്തിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ പറയുന്ന ചില വാചകങ്ങൾ കൂടെ ചേർക്കാം.
അതിൽ പെട്ടതാണ് വിജ്ഞാനത്തോട് കൂടി ക്ഷണിക്കൽ, വിവരക്കേടോണ്ടല്ല. വൽ ബദാഅത്തി ബിൽ അഹമ്മി ഫൽ അഹം, ഏറ്റവും പ്രധാനപ്പെട്ടോട് തുടങ്ങണം. ആദ്യം നിന്നിട്ട് കഴിയട്ടല്ല പറയുക. ആദ്യം പറയേണ്ടത് എന്താ? ആദ്യം പറയേണ്ടത് തൗഹീദാണ്. ആദ്യം തന്നെ അല്ലെ വേറെ എന്തെങ്കിലും മസലകളല്ല പറയില്ല. ആദ്യം പറയേണ്ടത് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് ക്ഷണിക്കണം. അല്ലെ, സുന്നത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് അവരെ ക്ഷണിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നിലേക്ക് അവരെ ക്ഷണിക്കണം. ബിദഅത്തിന്റെ ഗൗരവം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെ, ബിൽ അഹമ്മി ഫൽ അഹം, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം, പിന്നെ അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ ക്ഷണിക്കണം. അദ്ദേഹം പറയണം വബിൽ അഖ്റബി ഇലൽ അദ്ഹാനി വൽ ഫഹം, ജനങ്ങൾക്ക് ആദ്യം അവരുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. ആദ്യം ഒരാൾ പോയിട്ട് എന്ത് 4 മദ്ഹബൊക്കെ ഇതൊന്നും ആവശ്യമില്ല, അത് നാളെ പരലോകത്ത് ഇമാം ഷാഫിനെ പിൻപറ്റിയെന്ന് ചോദിക്കുക, റസൂലുള്ളാഹിനെ പിൻപറ്റിയെന്ന് ചോദിക്കുക, ഇതെല്ലാം അങ്ങനെ പോയി പറയേണ്ടത്. അവരുടെ മനസ്സിലായി ഇമാമിങ്ങൾക്ക് വലിയ സ്ഥാനവും ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്. അതെല്ലാം അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം പ്രവാചകന്റെ സുന്നത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഇമാമിങ്ങളെ തെറ്റില്ലതിലൂടെ നഷ്ടപ്പെടും. പിന്നെ അവർ കുറച്ച് ദീനിലേക്ക് അടുത്ത് വന്ന് തൗഹീദ് എന്താ സുന്നത്ത് എന്നൊക്കെ മനസ്സിലാക്കി അടുത്ത് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലെ, ഇലൽ അദ്ഹാനി വൽ ഫഹം, അവരുടെ ഫഹമും അവരുടെ ബുദ്ധിയൊക്കെ പരിഗണിച്ച് വേണം പറയാൻ കാര്യങ്ങൾ. ഉൾക്കൊള്ളാനേ പറഞ്ഞു കൊടുക്കുന്നത്, രണ്ടു പോകാനല്ല. അല്ലെ, നമ്മൾ പലപ്പോഴും പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പള്ളിയിലേക്ക് ഏതെങ്കിലും ഭക്തിന് വന്നിരുന്നെങ്കിൽ ഒരു ഭക്തിനും വരാനാവും. ഏതെങ്കിലും ഭക്തിന് വന്ന് ജുമയ്ക്ക് കൂടി വരുത്തലാണ് നമ്മൾ ആവശ്യം. എന്നാലേ അവർ കേൾക്കുള്ളൂ, എന്നാലേ അവർ നമ്മളെ ദഅവത്ത് എന്താ, തൗഹീദ് എന്താ, സുന്നത്ത് എന്താ ഉൾക്കൊള്ളുള്ളൂ. അല്ലേ, അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ. ഇനി അവര് ഹിക്മത്ത് കൊണ്ട് തെളിവുദ്ധരിച്ച് സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് സംഭവം തെളിവൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും എന്റെ ദുനിയാവ് ആൾക്കാരൊക്കെ ഇപ്പൊ എന്താ വിചാരിക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ബിൽ മൗഇദത്തിൽ ഹസന, പിന്നെയാണ് നരകം സ്വർഗ്ഗമൊക്കെ പറഞ്ഞു നോക്കുക. അല്ലെ, ഈ ആൾക്കാരും നാട്ടുകാരും ഇവരൊക്കെ മരിച്ചു പോകുന്നത് വരെ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരലോകമാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അത് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലെ, തെളിവുദ്ധരിച്ച് മൗഇദത്തുൽ ഹസന പറഞ്ഞു കൊടുത്ത് അവിടെ ഒന്നും ഒരു ഉൾക്കൊള്ളുന്നില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും തർക്കിക്കുക, എങ്ങനെ തർക്കിക്കുക? അഹ്സനായ രൂപത്തിൽ തർക്കിക്കുക, തോൽപ്പിക്കാനല്ല. ഷെയ്ഖ് പറയുന്നുണ്ട് ലാ തഹ്സു, പിന്നെ എന്തിനു വേണ്ടി ആകരുത്? മുഗാലബത്തിന് വേണ്ടി ആകരുത് എന്നാണ്. തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാകരുത്. അവര് ഇത് സ്വീകരിക്കണം, എങ്ങനെങ്കിലും അവർ തൗഹീദിലേക്ക് കടന്നു വരണം, എങ്ങനെങ്കിലും ഹിദായത്ത് അവർക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ക്ഷണിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു മക്കത്ത് പ്രബോധനം ചെയ്തിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ദഅവത്ത് മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്കതാണ് കാണാൻ സാധിക്കും. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ എങ്ങനെ? എന്റെ പൊന്നു ദ്രവ്യ. അല്ലേ, പ്രവാചകന്മാരെ ദഅവത്ത് മുഴുവൻ ഖുർആനിൽ എടുത്തു നോക്കി. യാ ഖൗമി, എന്താ ഖൗമി എന്ന് പറഞ്ഞാൽ? എന്റെ സമൂഹം എന്നാണ്. ഖൗമു സമൂഹം എന്നല്ല, ഓ സമൂഹമേ എന്നല്ല വിളിച്ചത്, ഓ എന്റെ സമൂഹമേ എന്നാ അവരൊക്കെ വിളിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാം പിതാവിനെ നടത്തിയ ദഅവത്ത് 4 വിളി അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. യാ അബതി, യാ അബി എന്ന് പറഞ്ഞാൽ എന്റെ പിതാവായി, പക്ഷെ അവിടെ നിർത്തിയില്ല. യാ അബതി, എന്തിനാ? എന്റെ പൊന്നു പിതാവായി. അതാണ് യാ അബതി, യാ അബതി, യാ അബതി. സൂറത്ത് മറിയമിന്റെ 4 ആയത്തിൽ അടുപ്പിച്ച് അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ദഅവത്ത്. അങ്ങനെ നല്ല ശൈലിയിൽ ആളുകൾ ഉൾക്കൊള്ളണമെന്ന് മനസ്സോടുകൂടി, യുദ്ധം ചെയ്യാനല്ലല്ലോ അവരോട്, അല്ലെ, അവരെ തോൽപ്പിക്കാനാണ്, അല്ല, അവർ ഹിദായത്തിലേക്ക് കടന്നു വരാനാണ്. ആ ഒരു മനസ്ഥിതിയോടെ ആയിരിക്കണം നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണമായി സൂറത്ത് ആലി ഇംറാനിൽ റബ്ബ് പറഞ്ഞതു അതുതന്നെയാണ്. ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട് നല്ല ലൈനായി, ലീനോട് കൂടി, എന്തായാലും പറയാൻ മലയാളത്തിൽ മൃദുവായി സംസാരിക്കുന്ന, മൃദുവായി ഇടപെടുന്ന, നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന വ്യക്തിയായി എന്നാണ് റബ്ബ് പറയുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയരുമായിരുന്നെങ്കിൽ ലം ഫദ്ദൂ മിൻ ഹൗലിക്, അവരൊക്കെ നിങ്ങളെ ചുറ്റുപാട്ടിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. സഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്വഹാബത്ത് ഓടിപ്പോകുമായിരുന്നെങ്കിൽ സഹോദരന്മാരെ ബാക്കിയുള്ള ഒരു അവസ്ഥ എന്താ? സ്വഭാവം മോശമായാൽ സ്വഹാബത്തിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഓടിപ്പോകുമായിരുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള അവസ്ഥ എന്താണ്? അതുകൊണ്ട് അല്ലാഹു പറയണം ഫഅഫു അൻഹും, താങ്കൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യണം.
വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടണം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് ത്വായിഫുകാരെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ത്വായിഫുകാർ എന്താ റസൂലുള്ളാഹി ചെയ്തത്? കഥ നമുക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലേ? കല്ലെറിഞ്ഞ് ഓടിച്ച് രക്തം വാർന്ന പ്രവാചകൻ പറഞ്ഞതാണ് അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അത് ആ മനസ്സാണ് ഒരു ദാഇക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അല്ലേ? ഇനി ഈ പറഞ്ഞ ദഅവത്ത് നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള പറഞ്ഞില്ലേ, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل عن سبيله وهو أعلم بالمهتدين. എന്തിനാണ് ദഅവത്തുമായി ബന്ധപ്പെട്ട ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചത്? നിന്റെ രക്ഷിതാവാണ് ഏറ്റവും നല്ല മാർഗത്തിൽ അത് പിൻപറ്റുന്നവരാരാണ്, അതിന് വഴിവെഴുക്കുന്നവരാരാണ് എന്ന് അറിയുന്നവർ നിന്റെ രക്ഷിതാവാണ് എന്ന് പറയാനുള്ള കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ദഅവത്തിൽ കുറെ ആളുകളെ ക്ഷണിച്ച് കുറെയൊക്കെ ദഅവ സംരംഭമൊക്കെ മുന്നോട്ട് പോയി കുറെ പൊതുപരിപാടി സ്ക്വാഡ് വർക്കൊക്കെ നടത്തി ആളുകളൊക്കെ ക്ഷണിച്ചു. എന്നാലും നമ്മൾ വിചാരിച്ച റിസൾട്ടൊന്നും ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല അല്ലെ? അപ്പോൾ ഒരാൾക്ക് എന്താ ഉണ്ടാവാം? നിരാശ വരും. ഇവരൊക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? എത്ര വിളിച്ചു, ഇവരൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി എത്ര വട്ടം പറഞ്ഞു, എത്ര പോസ്റ്റർ അയച്ചു കൊടുത്തു, ഇവർക്കൊന്നും പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല, അവരൊന്നും ദഅവത്തെടുത്തിട്ട് നന്നാവാൻ പോകുന്നില്ല എന്നൊരു മനുഷ്യൻ, എന്നൊരു വിശ്വാസി, എന്നൊരു ദാഇ വിചാരിക്കാൻ പാടില്ല. അതിനാണ് റബ്ബ് പറഞ്ഞത്. അത് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അവരെ ഹിദായത്തിലാക്കുക എന്നത് താങ്കളെ ഏൽപ്പിച്ചിട്ട് അത് റബ്ബിനാണ് അറിയാം. ആരാ ഹിദായത്ത് സ്വീകരിക്കാൻ, ആരാ ദലാലത്തിൽ ഉണ്ടാവുന്ന റബ്ബിനാണ് അറിയാം. അത് നിങ്ങൾക്കറിയുകയില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം എത്രയേ ഉള്ളൂ? ഉദ്ഉ ഇലാ സബീലി റബ്ബിക, ജനങ്ങളെ ക്ഷണിക്കാൻ. അപ്പോൾ ആ നിരാശ നമ്മളിലേക്ക് കടന്നുകൂടുക എന്നുള്ളതാണ് പിശാച് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശൈത്താൻ എന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ ദഅവത്ത് എങ്ങനെയെങ്കിലും നിൽക്കണം. അതേ പിശാച് മനസ്സിലിങ്ങനെ നിരാശ തരും. ഇവരൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, ഇവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊക്കെ കവി എത്ര വെച്ചിട്ടാ പറയാം. ഇത് പിശാച് തോന്നിപ്പിക്കുന്ന ചിന്തയാണ്. ആ ചിന്ത നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരരുത് എന്ന് റബ്ബ് നമ്മോട് പറയുകയാണ്. എന്തിനാ നമ്മൾ ദഅവത്ത് നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ ക്ഷണിച്ചാൽ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുത്ത് ഉദ്ര പറയാനാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ചരിത്രം നമ്മുടെ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വചനമുണ്ട്. സൂറത്തുൽ ആറാഫിന്റെ 164 ആയത്ത് നമുക്ക് അറിയാവുന്ന ചരിത്രമായിരിക്കും. മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിഭാഗം ആളുകൾ അവർ മീൻ പിടിച്ച കഥ. അവിടെ മീൻ പിടിച്ച ആളുകൾക്ക് തിരുത്തി കൊടുത്ത ആളുകളുണ്ട് അല്ലെ? അവരോട് ആ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച വിഭാഗത്തെ നിങ്ങൾ എന്തിനാ പോയി കുറെ വാഴ പറഞ്ഞു കൊടുക്കണം? നിങ്ങൾ എന്തിനാ പോയി വാഴ പറഞ്ഞു കൊടുക്കണം അല്ലെ? അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാണ് അവര് നിങ്ങൾ പോയി വാഴ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? അത് മുഅദ്ദിബുഹും അദാബൻ ശദീദ, അള്ളാഹു ശക്തമായി ശിക്ഷിക്കാൻ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരെ ചെയ്തത്. അപ്പൊ അവര് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? നാളെ റബ്ബിന്റെ അടുക്കൽ ഉദ്ർ പറയാൻ പടച്ചവനോട് പറയാൻ കഴിയണം, റബ്ബേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. അതാണ് ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയും ബാധ്യതയും. എന്നാൽ സഹോദരങ്ങളെ, ഈ ദഅവത്ത് നമ്മൾ എവിടെ തുടങ്ങാം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എവിടെ തുടങ്ങാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് തുടങ്ങിയോ അവിടെ തുടങ്ങാം. അല്ലാഹു റസൂൽ ആദ്യം ദഅവത്ത് നടത്തിയത് ആരെ? സ്വന്തം ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സ്വന്തം വീട്ടിൽ നിന്നാണ് പ്രവാചകന്റെ ദഅവത്തിന്റെ ആരംഭം അല്ലേ? പിന്നെ ദഅവത്ത് നടത്തിയത് ആരെ? ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അല്ലേ? വഅൻദിർ അശീറതകൽ അഖറബീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുറായിന്റെ 214 വചനമാണ്. താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് താങ്കൾ താക്കീത് ചെയ്യുക. അവിടുന്നാണ് ദഅവത്തിന്റെ ആരംഭം. സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്ന്, സ്വന്തം ഭാര്യയിൽ നിന്ന്, സ്വന്തം സഹോദരന്മാരിൽ നിന്ന്, അവിടെ നിന്ന് ആരംഭിക്കുന്ന ദഅവത്താണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ നമ്മൾ നന്നാക്കാൻ നടക്കും അല്ലെ? നാട്ടിൽ കുറെ പൊതുപരിപാടി വെക്കും, സ്ക്വാഡ് വർക്ക് വെക്കും, ആൾക്കാർ ദഅവത്തും പരിപാടിയൊക്കെ നടത്തും. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ദഅവത്തും ഇല്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ല പറഞ്ഞു കൊടുക്കൂല, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുക്കൂല, നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് സുന്നത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കൂല, അവരെ വിദേഹത്തിൽ നമ്മൾ മാറ്റി നിർത്തും. ഇതാണ് നമ്മളെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരമുള്ള ദഅവത്ത് അല്ല അത്. അതല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ച ദഅവത്ത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദഅവ രംഗത്ത് ദഅവപരമായ ബാധ്യതകൾ നിർവഹിക്കാൻ ഇത് സ്വന്തം വീട്ടിലും സ്വന്തം കുടുംബത്തിലും സ്വന്തം കൂട്ടുകാരിലും തുടങ്ങി നമ്മുടെ നാട്ടുകാരിലേക്കൊക്കെ അത് എത്തണം. അതിന് നമുക്ക് ഒരിക്കലും ദുനിയാവിന്റെ തടസ്സങ്ങൾ നമുക്ക് തടസ്സമായിക്കൂടാ, ദുനിയാവിന്റെ തിരക്കുകൾ നമുക്ക് തടസ്സമായിക്കൂടാ. അങ്ങനെ തടസ്സമാകാൻ പാടില്ലാതിരിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നിഅം.
ദുനിയാവിൽ അവർ ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന, കിട്ടിയാൽ അവർ കൊതിക്കുന്ന ഏറ്റവും വലിയ സമ്പത്തായ ചുവന്ന ഒട്ടകം, അത് നിനക്ക് കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് നീ കാരണം ഒരു വ്യക്തി ഹിദായത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന കാറ് വിചാരിച്ചോളി നിങ്ങൾ, അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് ആണ് കരുതിക്കോളി, അല്ലെങ്കിൽ ഒരു BMW ബെൻസിനത്തെ വിചാരിച്ചോളി. അത് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് എന്ത്? ഒരു വ്യക്തി നീ കാരണം ഹിദായത്തിലേക്ക് കടന്നു വരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥം അതിന്റെ പൊരുളെന്താ? ദുനിയാവിന്റെ ഒരു വിഭവവും എന്തിനൊക്കെ വേണ്ടി ഓടിയാലും ശരി, അതൊന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വ്യക്തി അതിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുഖേന ഇത് തുല്യമാവുകയില്ല എന്ന് പഠിപ്പിക്കാനാണ്. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ സഹോദരന്മാരെ, ഈ ദുനിയാവിന്റെ തിരക്കുകൾ ഒരിക്കലും നമ്മുടെ ദഅവത്ത് എന്ന ബാധ്യത, ഇസ്ലാഹ് എന്ന ബാധ്യത നിർവഹിക്കുന്നതിന് തടസ്സമായിക്കൂടാ. എന്നാൽ സഹോദരന്മാരെ, എന്താണ് അങ്ങനെ ഒരു വ്യക്തി സ്വീകരിച്ചുള്ള പ്രതിഫലം? ഹദീസ് നമുക്കറിയാം അല്ലേ? ആ ചെയ്തും ഒരു വ്യക്തി ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക് കടന്നു വന്നാൽ, തൗഹീദിലേക്ക് കടന്നു വന്നാൽ, ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന കാലം അത്രയും അതിന്റെ പ്രതിഫലം ഒരു തുള്ളി പോലും പറയാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി കാരണം മറ്റൊരാളെ ഹിദായത്തിലായാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറ്റമില്ലാത്ത പ്രതിഫലങ്ങളുടെ വാതിൽ നമ്മൾ തുറന്നിടുകയാണ്. കടന്നു വന്നുകൊണ്ടേയിരിക്കും കൂലി ഖബറിലേക്കും പരലോകത്തേക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, നമ്മൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് അല്ലേ? ഒരു സമൂഹത്തിൽ ദഅവത്ത് നിർവഹിക്കുന്ന ചില ആളുകളെങ്കിലും ഇല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം നശിക്കും. അപ്പൊ നമുക്ക് സമാധാനിക്കാൻ പറ്റുമോ അല്ലെ? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിൽ മാറിക്കട്ടെ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹയുടെ ഒരു ഫത്വയുടെ ഒരു വാചകത്തിൽ ഒരു ഭാഗം അദ്ദേഹം പറയണം, വഫീ വഖ്തിനൽ യൗം, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഖദ് യസ്സറ അല്ലാഹു അസ്സ വജല്ല അംറ ദഅവതി അക്സർ, ദഅവത്തിന്റെ മാർഗ്ഗങ്ങൾ അല്ലാഹു ഒരുപാട് എളുപ്പമാക്കിയിട്ടുണ്ട്. വബിതുഖിൻ ലം തഹ്സുൽ ലിമൻ ഖബ്ലനാ, നമ്മുടെ മുമ്പുള്ള ആളുകൾക്കൊന്നും ഇല്ലാത്ത ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവസരങ്ങൾ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞിട്ട് അവസരം പറയണം, ഫഇൻദ ഖില്ലത്തി ദുആത്ത്, ദാഇമാരുടെ എണ്ണം വളരെ കുറവാണെന്നിരിക്കെ, വഇൻദ കസ്റത്തിൽ മുൻകറാത്ത്, മുൻകറാത്തുകൾ, തിന്മകൾ സമൂഹത്തിൽ വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ടെന്നിരിക്കെ, വഇൻദ ഗലബത്തിൽ ജഹ്ൽ, ജഹിൽ, വിവരക്കേടും അവിവേകവും സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നിരിക്കെ, കഹാലിനൽ യൗം, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പോലെ, തകൂനു ദഅവതു ഫർദ ഐനിൻ, തകൂനു ദഅവതു ഫർദ ഐനിൻ അലാ കുല്ലി വാഹിദിൻ ബിഹസബി താഖതി, എല്ലാ ഓരോരുത്തരുടെ മേലും നമസ്കാരം പോലെ, നോമ്പ് പോലെ ഫർദു ഐനാണ് എന്നാണ്. ഫർദു ഐൻ നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഫർദു ഐൻ എന്റെ ജീവിതത്തിൽ ഞാൻ അത്ര നിർവഹിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ബിഹസബി താഖതിഹി, അവൻ എങ്ങനെയാണ് കഴിയുക അങ്ങനെ താഴ്ത്തിയാൽ മതി. കഴിയാത്തെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെ? തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടത് ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് തൗഹീദ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 5 വക്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട വ്യക്തിക്ക് 5 വക്ത് നമസ്കാരത്തിലേക്ക് മറ്റൊരാളെ ക്ഷണിക്കാൻ പറ്റും. ആ ഒരു ദഅവത്ത് നടത്തുക എന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. വഇൻ കാന ഫി മഹല്ലിൻ മഹ്ദൂദിൻ കഖറിയത്തിൻ വമദീനത്തിൻ വനഹ്വി ദാലിക, അവൻ ഏതെങ്കിലും ചെറിയ പട്ടണത്തിലോ ഒരു നാട്ടിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ആരാണ് ഉള്ളത് എന്നാണ് ശേഖ് ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭമായതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നിർവഹിക്കേണ്ട ബാധ്യതയാണ് ദഅവത്ത് എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദഅവത്ത് എന്ന ഉത്തരവാദിത്തം, സമൂഹത്തിന്റെ ഇസ്ലാഹ് എന്ന ഉത്തരവാദിത്തം, നമ്മുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടാൻ ഉള്ള മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ദഅവത്ത് എന്ന ഉത്തരവാദിത്തം അത് നിർവഹിക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം തന്നെ സത്യനിധരായ സലഫുകൾ പഠിപ്പിച്ച മാർഗത്തിൽ തന്നെ, അതിന്റെ യഥാർത്ഥ മുൻഗണന ക്രമത്തിൽ തന്നെ നിർവഹിക്കാൻ, അതിൽ സത്യനിധരായ സലഫിന്റെ മാർഗം പിൻപറ്റുന്ന രൂപത്തിൽ തന്നെ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റബ്ബിന്റെ കുളവിൽ കടന്നു വരുമ്പോൾ ഒരു റമദാൻ അധികം ലഭിച്ചതുകൊണ്ട് ഷഹീദിനേക്കാളും ആദ്യം സ്വർഗത്തിൽ പോയ ഒരു സ്വഹാബിയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ റമദാൻ കൊണ്ട് വളരെയധികം നന്മകളിൽ മുന്നേറുവാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഠിന കഠോരമായ അവന്റെ നരകശിക്ഷയിൽ നിന്ന് അവന്റെ മഹത്തായ ഫൗല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ നമ്മെ എല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر لنا وللمسلمين اجمعين. اللهم اعز الاسلام والمسلمين
وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.